എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, 4 വയസ്സ് മാത്രം പ്രായമുള്ള ആയിഷ എന്ന പൊന്നുമോള് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞ് വിവരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. I think your dream is amazing. So can you please tell everybody else about your amazing dream as well? Yeah. What did you see? I saw a prophet in my room called Prophet Sallallahu Alaihi Wasallam, and he was drinking. He bring his hand up with honey milk on it, and he said, "Drink it." And I drank it, and it tasted so nice. Subhanallah. Was it from a river? Yeah. Wow, that's amazing. And tell me, what did he look like? What did the man look like? He looked like shine, and he was more brighter than the sun and the light. Subhanallah. You know, you are so blessed to have that dream. Do you know that? Put your hands up and say thank you to Allah Ta'ala for giving you such an amazing dream. Thank you, Allah Ta'ala, for giving me a nice dream. Ameen. Subhanallah. നമ്മുടെ മക്കൾക്ക് എന്തേ ഇതൊന്നും കഴിയുന്നില്ല? ഹറാമുകളൊന്നും ചിന്തിക്കാൻ പ്രായത്തിയിട്ടില്ല. നിഷ്കളങ്കരായ ചെറിയ മക്കൾക്ക് എന്തേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയുന്നില്ല? അതിന്റെ കാരണക്കാര് വേറെ ആരുമല്ലട്ടോ, പാരന്റ്സായ രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. ഗർഭിണിയായിരിക്കെ 16 ആഴ്ച 4 മാസം ആകുമ്പോഴേക്ക് കുഞ്ഞിന് കേൾവി ശക്തി ലഭിക്കും. ആ കുഞ്ഞിന് കേൾക്കാൻ പറ്റിയതൊക്കെയാണോ നമ്മൾ കേൾപ്പിക്കുന്നേ? സിനിമകളും സീരിയലുകളും ഹറാമായ മ്യൂസിക്കുകളുടെയും ഇടയില് ഗർഭകാലം കഴിച്ചു പോകുമ്പോ ആ കുഞ്ഞ് കേൾക്കുന്നതത്രയും ഹറാമാണ്. പിന്നെങ്ങനെയാ കുഞ്ഞിന് ഈ ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നേ? ആ കുഞ്ഞ് പിന്നെങ്ങനെയാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലുന്ന കുഞ്ഞായി മാറുന്നേ? എന്നാൽ പുറം ലോകത്തേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താ? ആ കുഞ്ഞിനെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ടൈമില്ല. മോഡേൺ ലൈഫ് അല്ലേ, നമ്മൾ കയ്യിലേക്ക് മൊബൈൽ അങ്ങ് കൊടുക്കും. കുഞ്ഞ് സെർച്ചിങ് ആണ്, യൂട്യൂബിലാണ്. ഹറാമോ ഹലാലോ എന്തെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ ആ കുഞ്ഞ് കാണുന്നത് അത്രയും ചിലപ്പോൾ വേണ്ടാത്തതായിരിക്കാം. എന്നാൽ ആ ഗർഭകാലം മുതൽക്ക് ആ കുഞ്ഞ് കേൾക്കാൻ വേണ്ടി നല്ലത് ചൊല്ലിയിരുന്നെങ്കിൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നെങ്കിൽ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹികൾ പാരായണം ചെയ്തിരുന്നെങ്കിൽ, അതേ നമ്മുടെ കയ്യിലേക്ക് ആ പൈതലിനെ കിട്ടിയ സമയം മുതൽക്ക് മുത്തുനബിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, കുഞ്ഞിന് മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ, നിരന്തരമായി പുണ്യനബിയുടെ കഥകൾ, മുത്ത് റസൂലുള്ളാന്റെ ആഗമനം പറയണം. മോനെ അല്ലെങ്കിൽ മോളെ, ഈ ഉപ്പയെ പടക്കാൻ കാരണാരാന്നറിയോ? മുത്തുനബിയാണ്. അതേ, നിന്റെ ഉമ്മയെ പടക്കാൻ അള്ളാഹു സൃഷ്ടിക്കാൻ കാരണക്കാരാരാണെന്നറിയോ? അത് റസൂലുള്ളാഹിയാണ്. മോനെ അള്ളാഹു പടച്ചത് ആര് കാരണാന്നറിയോ? അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണാണ്. അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. ഓ പുണ്യനബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ നാം പടക്കുമായിരുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അത്രമേൽ മഹത്വമുള്ള മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ചരിത്രം, അവിടുത്തെ ജീവിതം, അവിടുത്തെ സ്വലാത്തുകൾ, അവിടുത്തെ മദ്ഹുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കനവിലെങ്കിലും ഹബീബായ തങ്ങളെ കാണാൻ മരണത്തിനു മുൻപ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.